പലയിടത്തുനിന്നും പലർക്കും പലതരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ദയവായിട്ട് വീഴാതെ എൻട്രൻസ് കമ്മീഷൻ്റെ അലോട്ട്മെൻറ്റ് വഴി തന്നെ നിങ്ങളുടെ അർഹിച്ച സീറ്റുകൾ നേടിയെടുക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കോളേജുകളല്ല TC ഇഷ്യൂ ചെയ്യുന്നത്, എൻട്രൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് TC ഇഷ്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. 24,000, 25,000, 26,000, 654, 653, 652, 650 ഉള്ള ആൾ മാക്സിമം ഓപ്ഷൻ തേർഡിൽ തന്നെ വെക്കണം. തേർഡിൽ കിട്ടിയില്ല എങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ വീണ്ടും കൊടുത്തിട്ട് എടുക്കണം. അവിടെ നമുക്കൊരു ഇത്ര ചോയ്സേ വെക്കുള്ളൂ എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. കേരളത്തിൽ ഇനി വലിയൊരു മാറ്റം, നിലവിലുള്ള കോളേജുകളുടെ എണ്ണം വെച്ചിട്ട് MBBS BDSൽ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കാറ്റഗറി ആഡ് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ഗവൺമെൻറ് സീറ്റ് അനാവശ്യമായിട്ട് ഒരാളും നശിപ്പിക്കരുത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 114ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ ശിവൻ സാർ, നമ്മുടെ 2024 ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ പ്രേക്ഷകരെ അറിയാൻ ആഗ്രഹിക്കുന്നതും അതാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തെല്ലാമാണ്? നീറ്റ് 2024 രണ്ട് തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളിലൂടെയാണല്ലോ ഗവൺമെൻറ് സീറ്റുകൾ എല്ലാവരും സമീപിച്ചത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട, മറ്റൊന്ന് കേരള കോട്ട. അപ്പം നമ്മൾ കേരള കോട്ട എന്നല്ല പറയാം, സ്റ്റേറ്റ് കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഏതാണ്ട് ഒരു 3/4 അല്ലെങ്കിൽ ഒരു 90% സീറ്റുകളും ഫില്ലായ സാഹചര്യത്തിൽ റാങ്കിൻ്റെയും അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ റിസർവേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റുകൾ, കേരളത്തിൻ്റെ സീറ്റുകളൊക്കെ ഫില്ലായിട്ടുണ്ട്. ഏതാണ്ട് അഡ്മിഷൻ കിട്ടിയ എല്ലാവർക്കും ഒരു 90% സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളാണ് ഈ 2 അലോട്ട്മെൻറ്റിലൂടെ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളാണ് ഏതാണ്ട് നിർണായകമാവുക എന്നുള്ളത്. അതനുസരിച്ചുള്ള സീറ്റ് ഫില്ലായിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ മുഴുവൻ സീറ്റുകളും ഈ 2 അലോട്ട്മെൻറ്റുകൾ വഴി തന്നെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ അനുവദിച്ചിരിക്കുന്ന 15% സീറ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലൂടെ മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ MBBS BDSൻ്റെ. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോട്ടകളിലുള്ള സീറ്റുകളും സ്റ്റേറ്റ് എൻട്രൻസ് അതോറിറ്റി വഴി മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെ ആണെങ്കിലും സ്വകാര്യ മേഖലയിലെ ആണെങ്കിലും MBBSൻ്റെയും BDSൻ്റെയും മുഴുവൻ സീറ്റുകളും എൻട്രൻസ് കമ്മീഷണർക്ക് മാത്രമേ ഫില്ല് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പലയിടത്തുനിന്നും പലർക്കും പലതരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ദയവായിട്ട് വീഴാതെ എൻട്രൻസ് കമ്മീഷൻ്റെ അലോട്ട്മെൻറ്റ് വഴി തന്നെ നിങ്ങളുടെ അർഹിച്ച സീറ്റുകൾ നേടിയെടുക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഇന്നറിയാം, യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യയുടെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട സമയമായിരുന്നു. പക്ഷേ പല സ്റ്റേറ്റുകളിലും അവരുടെ 2ാം ഘട്ട അലോട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പം ബീഹാർ പോലുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ ആദ്യ അലോട്ട്മെൻറ്റുകൾ തന്നെ അവർക്ക് ചില റിസർവേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റി ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ AFMCയുടെ 2-3 പ്രാവശ്യം വെയിറ്റ് ലിസ്റ്റിൽ നിന്നൊക്കെ കുട്ടികളെ എടുക്കേണ്ടി വന്നതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ ചേർന്നു എന്നതുകൊണ്ട് അവർക്ക് അവരുടെ അനുവദിച്ച സീറ്റുകൾ എടുക്കാൻ പറ്റാതെ പോയി. ആ സീറ്റിലോട്ടൊക്കെ പോകാൻ കുട്ടികളെ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ നിയമത്തിൽ അല്പം മാറ്റം വരുത്തുകയും സാധാരണ 2ാം ഘട്ടത്തിൽ റെസിഗ്നേഷൻ അനുവദിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു, ഓൾ ഇന്ത്യ കോട്ടയുടെ 2ാം ഘട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ റെസിഗ്നേഷൻ അനുവദിക്കുകയില്ല. അതൊരു പുതിയ കീഴ്വഴക്കവും ആവില്ല. ഇത് കണ്ടുകൊണ്ട് 2025 2ാം റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊരു നിയമമല്ല. പക്ഷേ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചില സ്റ്റേറ്റ് കൗൺസിലിങ്ങുകൾ താമസിച്ചു, ചില സ്റ്റേറ്റ് കൗൺസിലിങ്ങുകളിൽ എററുകളുണ്ടായി. AFMCയിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ എടുക്കേണ്ടി വന്നതുകൊണ്ടൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് റിസൈൻ ചെയ്യാനുള്ള അവസരം ഓൾ ഇന്ത്യ കോട്ടയുടെ 1ാം ഘട്ടത്തിൽ നിന്ന് ഓൾ ഇന്ത്യ കോട്ടയുടെ 2ാം ഘട്ടത്തിലോ ലഭിച്ച സീറ്റ് റിസൈൻ ചെയ്യാൻ, രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് റിസൈൻ ചെയ്യാനായിട്ട് ഇന്ന് വരെ, അതായത് ഒക്ടോബർ 6 വരെ സമയം അനുവദിച്ചത് കൊണ്ട് അല്പം താമസിച്ചു പോയതാണ്. അതുകൊണ്ട് മാത്രമാണ് അലോട്ട്മെൻറ്റ് അല്പം ഒരു ലാഗ് ചെയ്തിരിക്കുന്നത്. 3rd അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിക്കുകയും നാളെ തന്നെ ആരംഭിക്കുകയും അതിൻ്റെ സീറ്റ് മെട്രിക്സുകളൊക്കെ വരികയും മുൻ നിശ്ചയപ്രകാരമുള്ള അലോട്ട്മെൻറ്റുകൾ തന്നെ നടക്കുകയും ചെയ്യും. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ഷെഡ്യൂള് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ക്ലാസ്സുകൾ തുടങ്ങുന്ന ഡേറ്റുകളൊന്നും ഇതുകൊണ്ട് മാറ്റിവെക്കുകയില്ല. 14-ാം തീയതി തന്നെ എല്ലാ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയുള്ളതും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയുള്ള എല്ലാ MBBS അഡ്മിഷൻ കിട്ടിയവരും അതാത് കോളേജുകളിൽ ചെന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ആ ഓറിയൻറ്റേഷനുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. സർ, അതുപോലെ തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടുള്ള എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്തൊക്കെയാണെന്നുള്ളതാണ്. കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് ഏറ്റവും ഗുണകരമാണ്. കാരണം
സെക്കൻഡ് റൗണ്ടിന് ശേഷം റിസൈൻ ചെയ്യാമെന്നുള്ളത് തന്നെ പല സ്റ്റേറ്റുകളുടെയും കൗൺസിലിംഗ് നടക്കുന്നത് കൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ സീറ്റുകൾ വേണ്ടെന്ന് വെച്ചിട്ട് അവർ അതാത് സ്റ്റേറ്റിലോട്ട് മടങ്ങും. അത് വീണ്ടും ഈ 6-ാം തീയതി ഇന്ന് വരെ റിസൈൻ ചെയ്യാമെന്ന് വെച്ചത് ഏറ്റവും നല്ലതാണ്. കാരണം ഓൾ ഇന്ത്യ കോട്ടയിൽ കൂടെയാണ് നമ്മുടെ കുട്ടികൾ മാക്സിമം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് എടുക്കേണ്ടത്. ഇത്രയധികം നല്ല റാങ്കുള്ള കുട്ടികൾ വേറൊരു സ്റ്റേറ്റിലുമില്ല. അതായത് സ്റ്റേറ്റുകളിൽ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് സീറ്റുകൾ കുറവും, എന്നാൽ ഓൾ ഇന്ത്യ റാങ്ക് ഏറ്റവും കൂടുതലുള്ളൊരു സ്റ്റേറ്റാണ് നമ്മളുടേത്. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള അനുവാദം കൊടുത്തതുകൊണ്ട് മുൻ വർഷത്തിലേക്കാളും കൂടുതൽ സീറ്റുകൾ ഓൾ ഇന്ത്യയിൽ ഒഴിവ് വരും. ആ സീറ്റുകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചേരാമെന്നുള്ളത് ഏറ്റവും ഗുണകരം ഇതിൽ കേരളത്തിലെ കുട്ടികൾക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മുൻ വർഷത്തിലേക്കായാലും 3-ാം റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാവും, ഈ ഒരു താമസിച്ചു പോയതുകൊണ്ടും റിസൈൻ ചെയ്യാൻ അനുവാദം കൊടുത്തതുകൊണ്ടും. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക്, കൂടുതൽ കുട്ടികൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നതിന് ഇത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ ആസ്പിരൻസ് ഈ വർഷം ഒരു MBBS സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ വർഷത്തെ സീറ്റ് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് കോളേജുകൾ അനുവദിച്ചത്. ഏതാണ്ട് 11ഓളം കോളേജുകൾ അനുവദിക്കുകയും മറ്റു കോളേജുകളുടെ സീറ്റുകൾ വർധനവും കഴിഞ്ഞാണ്ട് 400ഓളം സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിൽ കൂടുകയുണ്ടായി. ഈ 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഇതുവരെ പുതിയ കോളേജുകൾ അനുവദിച്ചിട്ടില്ല. നിലവിലുള്ള കോളേജുകളിൽ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം MBBS സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിൽ ഈ 3-ാമത്തെ റൗണ്ടിൽ കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ റിസൈൻ ചെയ്തതുകൊണ്ട് കിട്ടുന്ന കൂടുതൽ ഗുണം, ഇത് നമ്മളെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അവർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയായിരിക്കും തേർഡ് റൗണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സാറ് നമ്മുടെ എപ്പിസോഡിൽ പരാമർശിച്ചൊരു കാര്യമാണ്, എങ്കിലും നമ്മുടെ എപ്പിസോഡിൻ്റെ ഇടയിൽ കുറേ അധികം ആളുകൾ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരാനുണ്ടെന്ന് തോന്നുന്നു. സാർ, ഇതാണ് ചോദ്യം. ഈ 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ നിന്ന്, നമ്മുടെ കേരള അലോട്ട്മെൻറ്റിൽ നിന്ന് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലേക്ക് നമുക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ നിന്ന് മാറാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. സാർ അതിന് വ്യക്തമായിട്ടൊരു ആൻസർ പരാമർശിച്ചതുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും അധികം കൂടുതൽ എൻക്വയറികൾ വന്നതും ആ കാര്യത്തിൽ തന്നെയാണ്. മുൻ വർഷങ്ങളിൽ അത്രയധികം കേരളത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിന്ന് ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് TC ഇഷ്യൂ ചെയ്യാറില്ലായിരുന്നു. ഈ വർഷം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? പല സ്വകാര്യ കോളേജുകളിലും അന്വേഷിച്ചപ്പോൾ TC ഇഷ്യൂ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അത് എങ്ങനെ സംഭവിക്കും, അങ്ങനെ നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചുകൊണ്ടിരുന്നത്. മുൻ വർഷങ്ങളിൽ ഈ ഓരോ സ്റ്റേറ്റ് കൗൺസിലിങ്ങുകളും അവരുടെ സീറ്റുകൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റോൾ നമ്പർ, നീറ്റിൻ്റെ റോൾ നമ്പർ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വിവിധ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് തേർഡ് റൗണ്ടിലോട്ട് ഓപ്ഷൻ കൊടുക്കാൻ നേരം യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് ടൈം എന്ന് എഴുതി കാണിക്കുകയും ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തേർഡിലോട്ട് കൊടുക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അവർ ആ രീതിയിലല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷൻ MCCയുടെ സൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. പകരം TC എപ്പോൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഓൾ ഇന്ത്യക്ക് MCCക്ക് തീരുമാനം എടുക്കാം, സ്റ്റേറ്റുകൾക്ക് സ്റ്റേറ്റിന് തീരുമാനമെടുക്കുക എന്നുള്ള ഇതാണ് 3-ാമത്തെ റൗണ്ട് വരെ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എൻട്രൻസ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ സെക്കൻഡിൽ നിന്ന് ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് പോകാമോ വേണ്ടയോ എന്നുള്ളത്. കോളേജുകളല്ല TC ഇഷ്യൂ ചെയ്യുന്നത്, എൻട്രൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് TC ഇഷ്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ അന്വേഷിച്ചിടത്തോളം കൂടുതൽ കുട്ടികൾക്ക് ഈ വർഷത്തെ നീറ്റിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ സെലക്ഷൻ ഉള്ളതുകൊണ്ടും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യയിലോട്ട് പോകാനുള്ളത് വളരെ ഗുണകരമല്ല. ഒരു ഗവൺമെൻറ് സീറ്റല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും TC ഇഷ്യൂ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഉറപ്പ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നൊരു വ്യക്തി, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലൊക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് മതിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരവുമുണ്ട്. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ മാറാൻ അനുവദിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഉറപ്പ്. പക്ഷേ അതിന് നഷ്ടമാകുന്ന ഫീസ്, രജിസ്ട്രേഷൻ ഫീസാണോ 1 ലക്ഷം രൂപയാണോ എത്രയാണെന്നുള്ളത് നമുക്ക് ആ സമയത്തെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ മുഴുവൻ ഫീസൊന്നും നഷ്ടപ്പെടുകയില്ല, രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടി വേണ്ട. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മേഖലയാണെങ്കിലും അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ആ സീറ്റ് ഉറപ്പാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് MBBSന് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBSന് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നു. അയാൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഓപ്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സീറ്റ് പോവില്ലല്ലോ. അയാൾക്ക് ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് അലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, എന്നാലും കേരളത്തിലെ സീറ്റ് പോകുന്നില്ലല്ലോ. അയാൾക്ക് അപ്പം തോന്നുകയാണ് ഓൾ ഇന്ത്യയുടെ ഒരു സീറ്റ് അനുവദിച്ചു, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ സീറ്റ് നല്ലതാണെന്ന് തോന്നി. ഓൾ ഇന്ത്യ കോട്ടയിൽ 3-ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തു,
ഒരു സീറ്റ് അനുവദിച്ചു, അലോട്ട് ചെയ്തു. അത് നല്ലതാണെങ്കിൽ പോണോ വേണ്ടോ എന്ന് വീണ്ടും ആലോചിക്കാം. കേരളത്തിലെ സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നോക്കിയപ്പം ഇന്ത്യയിലെ നല്ലൊരു ഗവൺമെൻറ് സീറ്റാണ്, അങ്ങോട്ട് പോകാം എന്നുള്ളൊരു തോന്നലുണ്ടായാൽ നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ TC ഇഷ്യൂ ചെയ്യുമെങ്കിൽ എന്താണ് കുഴപ്പമിരിക്കുന്നത്? അതുകൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനോ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടൊരു സീറ്റ് അലോട്ട് ചെയ്യുന്നതിനോ കേരളത്തിലുള്ള കുട്ടികൾക്ക് യാതൊരു തടസ്സവുമില്ല. അവർക്ക് കൊടുത്തിട്ട് അലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോളേജ് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് TC ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോകാം. അങ്ങനെ TC മേടിച്ചാൽ മാത്രമല്ലേ കേരളത്തിലെ സീറ്റ് നഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് റിസ്ക് ഇരിക്കുന്നത്? ആലോചിച്ചിട്ട് ആ സീറ്റ് നല്ലതാണെങ്കിൽ ആ സമയത്ത് TC ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ വലിയ പൈസയൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ പോകാനുള്ള സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം. അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ കോട്ടയിൽ വേണ്ടവർ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം. സാറ് പറയുന്നതിൽ നിന്നൊരു ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനെ സമീപിക്കണമെന്നാണോ അതിൻ്റെ ഒരു അർത്ഥം? അവിടെ വലിയൊരു കാര്യം, ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് അവിടെ. അതായത് നമ്മൾ പല ആവർത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. കേരളത്തിൽ നമ്മുടെ സഹോദരങ്ങളാണ് ഏറ്റവും അധികം റാങ്കുകളുള്ളത്. അവരാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കുട്ടികൾ. 20,000 റാങ്കും 23,000, 25,000, 26,000, 27,000 ഒക്കെ ഓൾ ഇന്ത്യ റാങ്കുള്ള നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച അനേകം വിദ്യാർത്ഥികൾ ഇപ്പം സീറ്റ് കിട്ടാതെ നിൽക്കുന്നു. പലരും അനാവശ്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു സീറ്റുണ്ട്, ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കാം. അങ്ങനെ ദയവായിട്ട് ആരും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനെ സമീപിക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പോകാമെന്നുള്ള സീറ്റ് അത് 1, 2, 5, 10 എണ്ണം ആവട്ടെ, അത് മാത്രം കൊടുത്തിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പോയി ചേർന്നോളൂ. കേരളത്തിലൊരു സീറ്റ് ഒഴിവെന്നും പോവും. മിക്കവരും വെറുതെ ഓപ്ഷൻ കൊടുക്കുന്നതിനെ യാതൊരു കാരണവശാലും പോകുകയില്ല, വെറുതെ കൊടുത്ത് നോക്കാമെന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് വെറുതെ ഈ ഓൾ ഇന്ത്യ സീറ്റ് നശിപ്പിക്കരുത്. പോകണം. ഇവിടെ നമുക്കിപ്പം പറഞ്ഞതുപോലെ ഒരു കോളേജിൽ അഡ്മിഷനായി കേരളത്തിൽ 2 റൗണ്ട് കഴിഞ്ഞു. എല്ലാവർക്കും അഡ്മിഷനൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു 90% പേരും അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് കോളേജുകളിൽ. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ അലോട്ട്മെൻറ്റിന് മുമ്പ് അല്ലെ പരീക്ഷ നടന്ന സമയത്ത് എനിക്ക് ഇന്ന കോളേജ് കിട്ടുമോ അല്ലെങ്കിൽ ഇന്ന കോളേജായി പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നെങ്കിൽ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ റാങ്കിങ്ങിനോ വീടിനടുത്തുള്ള കോളേജ് ആയിപ്പോയത് കൊണ്ട് മോശമൊന്നുമില്ല. അവരൊക്കെ അവിടെ ചെന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് ആക്സബിൾ ആയിട്ടുള്ള കോളേജ് എടുത്തോളൂ, ഒരു കുഴപ്പവുമില്ല, കാരണം എല്ലായിടത്തും കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെയല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞതനുസരിച്ച് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചിലരെങ്കിലും ആ നിൽക്കുന്ന കോളേജിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൽഫിൽ നിന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഗവൺമെൻറ്റിലോട്ട് മാറണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം തേർഡ് റൗണ്ടിനെ സമീപിക്കുക. അല്ലാതെ ഒരു കാരണവശാലും പോകില്ലാത്ത ഓപ്ഷൻസോ എല്ലാവരും 3ാമത്തെ റൗണ്ട് കൊടുക്കണമെന്നൊന്നും അതിന് അർത്ഥമില്ല. കാരണം ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ, പാവപ്പെട്ട കുടുംബത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പം വെറുതെ ഓൾ ഇന്ത്യ സീറ്റ് നശിപ്പിക്കരുത്. പോകുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ബാക്കി ഉള്ള വിദ്യാർത്ഥികൾ ആ സീറ്റുകൾ എടുത്തുകൊള്ളും. നമ്മുടെ സദേൺ സ്റ്റേറ്റുകളിൽ തന്നെ ആന്ധ്ര, തെലുങ്കാന, ആസാം, ബീഹാറിലൊക്കെ ധാരാളം സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട്. അപ്പോൾ ആ സീറ്റുകളൊക്കെ നമ്മുടെ കുട്ടികൾ ഫില്ല് ചെയ്യുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് എല്ലാവരും കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. 1, 2 പേർക്ക് ഇവിടെ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ അത് എടുത്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. സാർ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. കാരണം ഏറ്റവും അത്ര അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വളരെ കരുതലുള്ളവർ മാത്രമേ കിട്ടിയവർ, അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവർ അങ്ങനെ സമീപിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്നതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ മാത്രമേ പിന്നീട് അവർ തീർച്ചയായിട്ടും അവർക്ക് നോക്കാം. കാരണം കേരളത്തിൽ ഒരു കോളേജ് നിൽക്കുന്നതിനേക്കാളും അവർക്ക് കുറച്ചും കൂടെ നല്ലത് കോളേജ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെറുതെ അനാവശ്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുകയും ഓൾ ഇന്ത്യ സീറ്റ് നശിപ്പിക്കുകയും ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. സാർ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയുകയുണ്ടായി, ഇപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു അഡ്മിഷന് അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റ് നമ്മൾ സമീപിക്കേണ്ടത്? അതെ, ഓൾ ഇന്ത്യ അഡ്മിഷൻ എടുത്തവരുണ്ട്, ഓൾ ഇന്ത്യ കിട്ടാത്ത വ്യക്തികളുണ്ട്, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് മാറുന്നവരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ആളുകൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാൻ വേണ്ടി സാർ ഒരു ഉദാഹരണങ്ങൾ കൂടി ഒന്ന് ചേർത്ത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇപ്പം 2 അലോട്ട്മെൻറ്റുകളാണ് ഓൾ ഇന്ത്യയിൽ ഒഴിവുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റും സ്ട്രേ അലോട്ട്മെൻറ്റും. തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് കിട്ടിയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയുടെ 4ാം ഘട്ടത്തിൽ പങ്കെടുപ്പിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു MBBS സീറ്റ് എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. നിങ്ങൾ 3ാമത്തെ റൗണ്ടിൽ മൊത്തം ഓപ്ഷൻ കൊടുത്തോളൂ, നിങ്ങൾക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടും, നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക, അവിടെ പഠിക്കുക, പിന്നെ മാറ്റങ്ങളൊന്നുമില്ല. അതല്ല
ഞാൻ ഈ കേരളത്തിൽ മാത്രമാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ പോകുന്നുള്ളൂ, അല്ലെ തമിഴ്നാട് കിട്ടിയാൽ മാത്രമേ പോകുന്നുള്ളൂ, അല്ലെ കർണാടകം കിട്ടിയാൽ, അല്ലെ ആന്ധ്ര തെലുങ്കാന കിട്ടിയാൽ മാത്രമേ ഞാൻ ഓൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവരെല്ലാ സീറ്റുകളും കൂടെ വെച്ചിട്ട് അവർ പോകുന്നുമില്ല. അവരുടെ തന്നെ സ്റ്റേ വേക്കൻസിയുടെ സാധ്യതയും കളയേണ്ടതായിട്ടില്ലല്ലോ. അവർക്ക് പോകാവുന്ന സ്റ്റേറ്റുകൾ മാത്രം തേടിക്കൊടുക്കുക. ആ തേടിലും കിട്ടിയില്ലെങ്കിൽ സ്റ്റേ വേക്കൻസി 4ാം ഘട്ടത്തിൽ എല്ലാ ഓപ്ഷൻസും വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ സീറ്റ് എടുക്കാം. അതിനെയാണ്. അപ്പോൾ ഒരു 655 മാർക്കുള്ള വ്യക്തി എന്ന് വിചാരിക്കുക, ഒരു 23,000 റാങ്കുള്ളൊരു വ്യക്തി. ആ വ്യക്തിയുടെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടക പഠിക്കാനേ അവർക്ക് ആഗ്രഹമുള്ളൂ. ഒരു 99.9% ആഗ്രഹം ഈ സ്റ്റേറ്റിൽ കിട്ടണം എന്നാണ് ആഗ്രഹം. പക്ഷേ കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഈ 3ാമത്തെ റൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എല്ലാ സീറ്റുകളും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും കിട്ടും. പക്ഷേ 4ാമത്തെ സ്റ്റേ വേക്കൻസിയിൽ ഒരു പക്ഷേ തമിഴ്നാടോ കർണാടകോ കിട്ടുമായിരുന്നിരിക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം 655 മാർക്ക് ഒരു 23,000 അല്ലെങ്കിൽ 22,000 റാങ്കുള്ള ആൾ തീർച്ചയായിട്ടും ഈ 3ാം ഘട്ടത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക മാത്രം വെക്കുക, അല്ലെങ്കിൽ ആന്ധ്രയും തെലുങ്കാനയും കൂടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 4ാം ഘട്ട സ്റ്റേ വേക്കൻസിയിൽ മാക്സിമം ഓപ്ഷൻ വെച്ചിട്ടൊരു സീറ്റ് എടുക്കുക. അപ്പോൾ ഒരു 652 വ്യക്തിയോ ഒരു 25,000 റാങ്കുള്ള വ്യക്തി, 25,000 റാങ്കുള്ള വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ആലോചിക്കാൻ അവസരമില്ല. കാരണം അയാളെ സംബന്ധിച്ചോളം എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയേ മതിയാവൂ. ഒരു 24,000 റാങ്കുള്ള വ്യക്തിക്ക് ഈ ഒരു ചോയ്സിന് അവസരമില്ല. കാരണം അലോട്ട്മെൻറ്റ് സീറ്റ് തീരുകയാണ്. 23,000 വരെ ഉള്ളവർക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് സീറ്റുകൾ ഒഴിവാക്കി വെക്കാൻ പറ്റുകയുള്ളൂ. 24,000, 25,000, 26,000, 654, 653, 652, 650 ഉള്ള ആൾ മാക്സിമം ഓപ്ഷൻ തേർഡിൽ തന്നെ വെക്കണം. തേർഡിൽ കിട്ടിയില്ല എങ്കിൽ സ്റ്റേ വേക്കൻസിയിൽ വീണ്ടും കൊടുത്തിട്ട് എടുക്കണം. അവിടെ നമുക്കൊരു ഇത്ര ചോയ്സേ വെക്കുള്ളൂ എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് മാക്സിമം വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന വ്യക്തി, അയാൾക്ക് താല്പര്യം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ആണെങ്കിൽ ഇപ്പോൾ വെച്ചോണം. കാരണം സ്റ്റേ വേക്കൻസിയിൽ ഇവർ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കുകയില്ല. അതുകൊണ്ട് ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ്ങിൽ നിൽക്കുന്നു. എനിക്കൊരു ഗവൺമെൻറ് സീറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് ഗവൺമെൻറ് സീറ്റ് വെക്കുക, കിട്ടിയിട്ട് പോവുക. ഇവിടുന്ന് TC കോൺഗ്രസ് കമ്മീഷനോട് ചോദിച്ച് മേടിച്ച് ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് പോവുക. ആ രീതിയിലാണ് ഓൾ ഇന്ത്യ കോട്ടയെ കാണേണ്ടത്. അതിൻ്റെ അലോട്ട്മെൻറ്റുകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. സർ, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാനൊരാഗ്രഹമുണ്ട് കേരള തേർഡ് അലോട്ട്മെൻറ്റിനെ. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ തന്നെ ഇന്നലെ കൊണ്ടാണ് കേരളത്തിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് തീർന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതിൻ്റെ വേക്കൻസികളൊക്കെ ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് കേരള കോൺഗ്രസ് കമ്മീഷൻ എടുക്കുകയും ഏതാണ്ട് 10-ാം തീയതിയോടുകൂടിയൊക്കെ കേരളത്തിൻ്റെ 3ാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ നിലവിലുള്ള പഴയ ഉണ്ടായിരുന്ന കോളേജുകളൊന്നും പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ ആർക്കും ആവില്ല. നിലവിലുള്ള ഓപ്ഷൻസിൽ ഹയർ ഓപ്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ 2ാം റൗണ്ടിൽ ഇവർ എങ്ങനെയാണോ ഓപ്ഷൻ കൊടുത്തത്, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തത്, അതേ രീതി തന്നെ 3ാം ഘട്ടത്തിലും കൊടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. നിലവിലുള്ള ഹയർ ഓപ്ഷനെ വേണമെങ്കിൽ കൺഫേം ചെയ്യാം. ഇനി അതല്ല, സീറ്റുകൾ ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ മാറ്റി കൊടുക്കാം. അത് മാത്രമേ 3ാം ഘട്ടത്തിൽ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും, ചില കോളേജുകളെങ്കിലും പറഞ്ഞല്ലോ, ചില സെൽഫ് ഫിനാൻസിങ് കോളേജുകളെങ്കിലും പറഞ്ഞു കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് അഡ്മിഷൻ എടുത്തവർക്ക് കേരളത്തിലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. കേരളത്തിലെ 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അതിൻ്റെ മുകളിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ കിട്ടി, അവർക്ക് അതിന് മുകളിൽ ഓപ്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺഫേം ചെയ്യുകയും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും 3ാം ഘട്ടത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. 3ാം ഘട്ടത്തിൽ ഏത് കോളേജ് അഡ്മിഷൻ കിട്ടുന്നോ ആ കോളേജിൽ പഠിക്കാം. 3ാം ഘട്ടത്തിൽ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടില്ല. 2ാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റുകളിൽ ആ സീറ്റിൽ തന്നെ പഠിക്കുകയും ചെയ്യാം. ക്ലാസ്സുകളെല്ലാം തന്നെ 14-ാം തീയതി തുടങ്ങും. അതിനുശേഷമായിരിക്കും 3ാം ഘട്ട അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോഴാണെങ്കിലും അലോട്ട്മെൻറ്റ് വന്നാൽ പുതിയ കോളേജിൽ പഠിക്കാം, അല്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരുന്ന 2ാം ഘട്ടത്തിലോ ആദ്യ ഘട്ടത്തിലോ എപ്പോഴാണോ സീറ്റ് കിട്ടിയത് ആ കോളേജിൽ തന്നെ പഠിക്കുകയും ചെയ്യാം. ഈ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ വെക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ തൊട്ട് മുമ്പുള്ള അഡ്മിഷൻ നഷ്ടപ്പെടുകയും പുതിയ അഡ്മിഷൻ എടുക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം 3ാം ഘട്ടത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അത് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3ാം റൗണ്ടിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഏത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിൽക്കുന്നവർക്കും 3ാം റൗണ്ടിൽ പങ്കെടുക്കാം. ഹയർ ഓപ്ഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാറാം. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം നിലവിൽ നമ്മൾ അന്വേഷിച്ചിടത്തോളവും
ഇന്നലെ വൈകുന്നേരം വരെ ജോയിൻ ചെയ്തവർ 95% പേരും ജോയിൻ ചെയ്തു. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ ഇനി വലിയൊരു മാറ്റം, നിലവിലുള്ള കോളേജുകളുടെ എണ്ണം വെച്ചിട്ട് MBBS BDSൽ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പുതിയ കോളേജ് വന്നാൽ മാത്രമേ സീറ്റിൻ്റെ എണ്ണത്തിൽ, റാങ്കിൻ്റെ എണ്ണത്തിൽ വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് മാറുന്നവരുടെ എണ്ണത്തിലൊക്കെ ചിലപ്പോൾ 1-2 വ്യത്യാസം വന്നേക്കാമെന്നല്ലാതെ കേരളത്തിൽ വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അന്വേഷിച്ചിടത്തോളം എല്ലാവരും തന്നെ ചേരുകയാണ് ചെയ്തിരിക്കുന്നത്. സർ, അതുപോലെ ഈ ഒരു 2025 നീറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൊക്കെ പങ്കെടുത്ത ചില വിദ്യാർത്ഥികൾ, അവരുടെ ഒരു സംശയമാണ്, അവരെ ഡീബാർ ചെയ്യാനുള്ള ഇടയുണ്ടോ 2025 നീറ്റിനെ സമീപം? ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2024 അവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, ഒരു സീറ്റ് കിട്ടിയായിരുന്നു എടുത്തില്ല, അല്ലെ 3-ാം ഘട്ടത്തിൽ പങ്കെടുത്തു, ഒരു സീറ്റ് കിട്ടി എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2025 ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന്? ഒരു തരത്തിലും ബാധിക്കില്ല. പക്ഷേ 2024 4-ാം ഘട്ടത്തിൽ, ഓൾ ഇന്ത്യയുടെ 4-ാം ഘട്ടത്തിൽ പങ്കെടുക്കുകയും ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025 ബാധിക്കും. ഒരു വർഷം ഡീബാർ ചെയ്യുമെന്നുള്ളത് കൗൺസിലിംഗ് ബ്രോഷറിൽ പറഞ്ഞിട്ടുണ്ട്. അത് അനാവശ്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുകയും സീറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം 4-ാം ഘട്ടത്തിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കരുത്. പോകുന്ന കോളേജുകൾ മാത്രമേ കൊടുക്കാവുള്ളൂ. സ്റ്റേ വേക്കൻസി നമുക്കറിയാം, ഒരു സീറ്റും കിട്ടാത്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് കിട്ടിയാൽ പോയിരിക്കണം. പിന്നെ അവിടെ നമ്മൾ BDS ആയിപ്പോയി, ഞാൻ പോകുന്നില്ല, MBBS ദൂരെ ഒരു സ്റ്റേറ്റിലാണ്, ഞാൻ പോകുന്നില്ല എന്ന് പറയരുത്. പോകുന്നത് മാത്രമേ ഓപ്ഷൻ വെക്കാവുള്ളൂ. ഓപ്ഷൻ വെച്ചിട്ട് കിട്ടിയാൽ അവിടെ പോയി ചേരണം. ഇല്ലെങ്കിൽ 2025 ഡീബാർ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലെ ഒരു നിയമമാണ്. അത് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർ, അതുപോലെ 2025 നീറ്റ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള പുതിയ പ്രേക്ഷകരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ഫെബ്രുവരിയോട് കൂടി ആയിരിക്കണം ആപ്ലിക്കേഷനും ഒക്കെ സമർപ്പിക്കേണ്ട ഒരു സമയം. തീർച്ചയായിട്ടും 2025 ഫെബ്രുവരി 1-ാം തീയതി ഒക്കെ ആയിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കയ്യിൽ കരുതി വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് സാർ? ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പം ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കാറില്ല. ഇപ്പോൾ കാറ്റഗറി സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഏതാണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ നമ്മൾ കാറ്റഗറി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രധാനപ്പെട്ട നമ്മളുടെ 10-ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിലെ പോലെ തന്നെ കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ സെയിം ആസ് ക്ലാസ് 10 എന്നാണ് പറയുന്നത്. അത് അതുപോലെ തന്നെ എൻട്രി ചെയ്യുന്നു. പിന്നെ നമ്മളുടെ അഡ്രസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക, മെയ് 4-ാം തീയതിയാണ് പരീക്ഷ. മെയ് 4-ാം തീയതി എവിടെയായിരിക്കും നമ്മുടെ കുട്ടി പരീക്ഷ എഴുതേണ്ടത്? കേരളത്തിലാവാം, തമിഴ്നാട്ടിലാവാം, കർണാടക ആയിരിക്കാം, ദുബായിലായിരിക്കാം, ഖത്തറിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെയാണോ കുട്ടി പരീക്ഷ എഴുതേണ്ടതെന്നുള്ളത് അഡ്രസ്സ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. നീറ്റിന് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും എവിടെയാണോ ആ സ്റ്റേറ്റിൽ മാത്രമേ പരീക്ഷ എഴുതിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് കേരളത്തിലാണ് പരീക്ഷ എഴുതേണ്ടെങ്കിൽ കേരളത്തിലൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അയാളിപ്പോൾ ജീവിക്കുന്നത് ചിലപ്പോൾ തമിഴ്നാടായിരിക്കാം, ചിലപ്പം ദുബായിലായിരിക്കാം. കേരളത്തിലാണ് മെയ് 4-ാം തീയതി പരീക്ഷ എഴുതേണ്ടെങ്കിൽ കേരളത്തിലൊരു അഡ്രസ്സ്, അതിനകത്ത് പെർമനൻറ്റിലോ പ്രസൻറ്റിലോ കേരളത്തിലൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. തമിഴ്നാട്ടിലാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരു അഡ്രസ്സ് തമിഴ്നാട്ടിലെ വെച്ചിരിക്കണം. ദുബായിലാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ് വെച്ചാൽ മാത്രമേ ദുബായിൽ പരീക്ഷ എഴുതിക്കുകയുള്ളൂ. ഖത്തറിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും എവിടെ പരീക്ഷ എഴുതണമെങ്കിലും പെർമനൻ്റ് അഡ്രസ്സിലോ പ്രസൻറ്റ് അഡ്രസ്സിലോ ഒരു അഡ്രസ്സ് അവിടുത്തെ വെച്ചാൽ മാത്രമേ എക്സാം സെൻറ്റർ അവിടെ അനുവദിക്കുകയുള്ളൂ. അതൊരു കാര്യം. അപ്പോൾ പരീക്ഷ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ വർഷം കൂടുതലായിട്ട് നമ്മൾ അഡ്രസ് പ്രൂഫ്, എന്തുകൊണ്ട് ആ എക്സാം സെൻറ്റർ ചൂസ് ചെയ്തു, നമ്മൾ ജില്ലയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുമ്പോൾ എന്തിന് നമ്മൾ ആ ജില്ല ഓപ്റ്റ് ചെയ്തു എന്നുള്ളൊരു അഡ്രസ് പ്രൂഫും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ വർഷം സുപ്രീം കോടതി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം നീറ്റ് 2024 പലരും പല ജില്ലയിൽ അപ്ലൈ ചെയ്തു, എന്തിനാ ആ ജില്ലയിൽ അപ്ലൈ ചെയ്തെന്നുള്ളതിന് പ്രൂഫ് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത്. പക്ഷേ 2023 അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ 2025 തീർച്ചയായിട്ടും അഡ്രസ് പ്രൂഫ് ചോദിക്കാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് എന്തിനാണ് പരീക്ഷ അവിടെ എഴുതുന്നത്? ഒന്നുകിൽ +2 പഠിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ അഡ്രസ്സ് മതി. അപ്പം ആ അഡ്രസ് പ്രൂഫ് എന്താണോ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അങ്ങനെയുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്ക് ആ സമയത്ത് സംഘടിപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. റിസർവേഷൻ സംബന്ധിച്ച് നമ്മൾ കാറ്റഗറി പറഞ്ഞാൽ മാത്രം മതി. ഒരു സർട്ടിഫിക്കറ്റും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ റിസർവേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ OBC ആണോ, തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിനൽ കിട്ടുമോ,
കിട്ടുമോ, തഹസീൽദാരിന് EWS കിട്ടുമോ, SC/ST ആണോ PWD ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കാറ്റഗറി ആഡ് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. പിന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ID പ്രൂഫ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ആധാർ നമ്പർ, പാസ്പോർട്ട് നമ്പർ, ക്രെഡിറ്റ് കാർഡ്, ABC ക്രെഡിറ്റ് കാർഡ് നമ്പർ, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു യൂണിക് ID കൊടുത്തെങ്കിൽ മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നീറ്റ് 2025 എഴുതുന്ന ഇപ്പോൾ +2 പഠിക്കുന്നവരാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ആധാർ അപ്ഡേറ്റ് ചെയ്തു, പുതിയ ഫോട്ടോ ആണ്, ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തെങ്കിൽ ഇനി വീണ്ടും പോയി അപ്ഡേറ്റ് ചെയ്യേണ്ട, ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാ ഈ +2 ഇപ്പോൾ പഠിക്കുന്നവരെ സംബന്ധിച്ചോളം ആണ് ഏറ്റവും പ്രധാനം. അവരുടെ 15 വയസ്സ് കഴിഞ്ഞതുകൊണ്ടും ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ അവർ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മതി, ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അത് ഓർത്തിരുന്നാൽ മാത്രം മതി. അത് നമ്മൾ കഴിഞ്ഞ മുമ്പും എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്. പുതിയ പ്രേക്ഷകർക്കായിട്ട് ഒരിക്കൽ കൂടി പറയുന്നത് മാത്രമേ ഉള്ളൂ. കേരളത്തിലുള്ളവർ തീർച്ചയായിട്ടും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതും അത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതും പുതിയ ഫോട്ടോ ആധാറിലാക്കുന്നതും നല്ലത് തന്നെയാണ്. അത് അത്യാവശ്യമായിട്ട് വരും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ മാത്രമേ കൊടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. സർ, അതുപോലെ തന്നെ റിസർവേഷൻ അതൊരു വലിയൊരു ഘടകമാണ് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ. തീർച്ചയായിട്ടും, കാരണം ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട്. പല വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഇപ്പോൾ OBC ആണെങ്കിൽ 27% സംവരണം, EWS ആണെങ്കിൽ 10% സംവരണം, SC/ST കൂടി രണ്ടും കൂടെ കൂട്ടിയിട്ട് 10% സംവരണം, PWD വിഭാഗമാണെങ്കിൽ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് എല്ലാ കാറ്റഗറിയിലും 5% ഹൊറിസോണ്ടൽ റിസർവേഷനൊക്കെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അടിസ്ഥാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ അഡ്മിഷൻ സമയത്ത് കാണിക്കേണ്ടതായിട്ടും വരും. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ലീഗലായിട്ടുള്ള ഓഫീസുകളിൽ, ഇപ്പം നോൺ ക്രിമിനൽ ആണെങ്കിൽ തഹസീൽദാരെന്ന് ചോദിച്ച് മനസ്സിലാക്കണം കിട്ടുമോ ഇല്ലയോ. പലർക്കും തെറ്റിദ്ധാരണയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പം നമ്മളൊരു OBC വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നിരിക്കട്ടെ, ഒരു ഈഴവയോ ഒരു മുസ്ലിമോ ഒരു ബാക്ക്വേർഡ് ഹിന്ദു ഒരു വിശ്വകർമ്മയാവട്ടെ, അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അവരുടെ മൊത്തം വരുമാനം 8 ലക്ഷത്തിന് മുകളിൽ പോയാൽ ഇത് കിട്ടില്ല എന്നാണ് ചിലരുടെ വിചാരം. ചിലർക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ കിട്ടില്ല എന്നാണ് വിചാരം. ചിലർക്ക് കൂടുതൽ വസ്തുവോ ആദായമോ ഉണ്ടെങ്കിൽ കിട്ടില്ലെന്നാണ് വിചാരം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, OBC വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ 95% പേരും നോൺ ക്രിമിനലിന് അർഹരാണ്. നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടും. കാരണം പലവിധ നിയമങ്ങൾ, ക്രൈറ്റീരിയകൾ നോക്കിയിട്ടാണ് തഹസീൽദാർ തീരുമാനിക്കുന്നത് ഇത് OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടതാണോ. ക്ലാസ് 1 ജീവനക്കാരാണെങ്കിൽ കിട്ടില്ല, 35 വയസ്സിന് അല്ലെ 40 വയസ്സിന് മുമ്പ് ക്ലാസ് 2 ആയവരാണെങ്കിൽ കിട്ടില്ല. അതല്ലാത്തവർക്ക് എല്ലാവർക്കും കിട്ടാവുന്നതാണ്. ചിലപ്പോൾ അവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വരുമാനം 10 ലക്ഷം ആയി പോയേക്കാം, 12 ലക്ഷം ആയേക്കാം. പക്ഷേ ആ ഒരു വരുമാനം കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെ വിദേശത്താണ് ജോലി ചെയ്യുന്നത് എന്നുകൊണ്ട് മാത്രം നോൺ ക്രിമിനൽ കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസുമായിട്ടോ തഹസീൽദാരുമായിട്ടോ ചോദിച്ചിട്ട് ഇത് കിട്ടാൻ അർഹതയുണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പലർക്കും ഉണ്ട്. ടീച്ചിങ് ഫീൽഡ്, ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരായിരിക്കാം. അവരുടെ വിചാരം 8 ലക്ഷത്തിന് മുകളിൽ പോയി ആനുവലിംഗ്, അതുകൊണ്ട് നോൺ ക്രിമിനൽ കിട്ടില്ല എന്ന വിചാരം. അങ്ങനെയല്ല. നോൺ ക്രിമിനലിൻ്റെ ഡെഫിനിഷൻ ധാരാളമുണ്ട്. സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ, അതൊരു സ്റ്റാറ്റസാണ്, സമൂഹത്തിലെ ഒരു സ്റ്റാറ്റസാണ്. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തഹസീൽദാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് മാത്രമേ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു സീറ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് അത് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ച് വെക്കുക. സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പം മേടിക്കണ്ട, അതൊക്കെ പതുക്കെ മേടിച്ചാലും മതി. കാരണം അഡ്മിഷൻ സമയത്ത് കോളേജിൽ കാണിച്ചാൽ മതി. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് കൊടുക്കാനൊരു അവസരം ഉണ്ടാവുകയുമില്ല. അപ്പോൾ 2024 നീറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഫൈനൽ ലാപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു നമുക്ക് പറയാം. കാരണം നവംബർ 5 ഈ 2024 MBBS PDSൻ്റെ എല്ലാ അഡ്മിഷനുകളും പൂർത്തിയാവും. അതെ. അപ്പോൾ ഈ ഒക്ടോബർ 14 ക്ലാസ്സുകളും തുടങ്ങും. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാർ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിലും പറഞ്ഞു 2024 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് 3ാം ഘട്ട അലോട്ട്മെൻറ്റിനെ എത്ര കരുതലോടുകൂടി ആവണം നമ്മൾ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ഗവൺമെൻറ് സീറ്റ് അനാവശ്യമായിട്ട് ഒരാളും നശിപ്പിക്കരുത്. അതൊരു അഭ്യർത്ഥനയാണ് സത്യത്തിൽ. കാരണം അതിനെത്രയാണ് വില എന്നുള്ളത്
അത് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചോളൂ 22,995 ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എവിടെയെങ്കിലും തീർന്നത്. 22,996 റാങ്ക് ഉള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ അറിയാം ആ ഒരു ഗവൺമെൻറ് സീറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അങ്ങനെ കാത്തിരിക്കുന്ന ആയിരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഇനി അഡ്മിഷൻ കിട്ടിയവർ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ള അഭ്യർത്ഥന എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് ശിവൻ സാർ ഏറ്റവും കൃത്യമായി ഏറ്റവും ആധികാരികമായിട്ട് നീറ്റ് ആസ്പിറൻസിന് 2024 നീറ്റ് എഴുതിയ മിടുക്കരായ എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായ ഗൈഡൻസ് ശിവൻ സാർ നൽകുന്നത്. അപ്പോൾ അതൊരു ശിവൻ സാർ വളരെ അഭ്യർത്ഥന പോലെയാണ് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ് ഇത്രയും വിലയേറിയ ഇൻഫർമേഷൻസ് നിങ്ങൾ അല്ലേ സാർ, തീർച്ചയായിട്ടും ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നീറ്റ് 2024 മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനെ ഏറ്റവും കരുതലോടുകൂടി നോക്കിക്കാണുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം 2025 നീറ്റിനായിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുമുണ്ട്, അവരുടെ മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന അവരുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ റിസർവേഷനും ആപ്ലിക്കേഷനും ഒക്കെയായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളുമായിരിക്കും. അതിനെയൊക്കെ ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ വരുന്ന വാരങ്ങളിലും ശിവൻ സാറ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെയായിട്ട് ഈ ഒരു പ്രോഗ്രാം ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.